എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് മനുഷ്യർ പാപപൂർണവും ആത്മീയവുമായി മരിച്ചവരായ അവസ്ഥയിൽ ആയിരുന്നിട്ടും ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹവും കാരുണ്യവും നിമിത്തം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്ന് ശ്രവിക്കാം. എഫേസ്യർ 2:4-5. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യവർഗത്തിൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നു. അവർ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ക്രിസ്തുവിനു മുമ്പ് ആളുകൾ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പാപത്തിൻ്റെ സ്വാധീനത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് ദൈവ കോപത്തിന് അർഹരാണെന്നും അദ്ദേഹം സംസാരിക്കുന്നു. ഈ വാക്യങ്ങളിൽ മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിൽ ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യാശയുടെ സന്ദേശങ്ങളിലേക്ക് അദ്ദേഹം മാറുകയാണ്. ഈ 2 വാക്യങ്ങളിലൂടെ അദ്ദേഹം 2 പ്രധാന ദൈവശാസ്ത്ര സത്യങ്ങളെ ഊന്നി പറയുന്നു. മനുഷ്യവർഗം പാപപൂർണവും ആത്മീയമായി മരിച്ചതുമായ അവസ്ഥയിൽ ആയിരുന്നിട്ടും ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹവും കാരുണ്യവും കൊണ്ട് രക്ഷിക്കപ്പെട്ടു. ദൈവം നമ്മോടുള്ള മഹത്തായ സ്നേഹത്തിൻ്റെയും സമൃദ്ധമായ കരുണയുടെയും ഫലമായി പ്രവർത്തിച്ചു. മഹാസ്നേഹവും കരുണയിൽ സമ്പന്നനും എന്ന പദങ്ങൾ മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ സമർത്ഥവും സമ്പാദിക്കാത്തതുമായ നന്മയെ അടിവരയിടുന്നു. നാം അറിയിക്കുന്ന ശിക്ഷ തടയാനുള്ള ദൈവത്തിൻ്റെ സന്നദ്ധത, കരുണ, നമ്മുടെ മത്സരം ഉണ്ടായിരുന്നിട്ടും നമ്മെ അവനുമായുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവൻ്റെ ആഗ്രഹമാണ് സ്നേഹം. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കപ്പെട്ടത് പാപം മൂലം നാം ആത്മീയമായി മരിച്ചവരായിരുന്നെങ്കിലും ദൈവം ക്രിസ്തുവിനോടൊപ്പം നമ്മെ ജീവിപ്പിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസത്തിലൂടെ ക്രിസ്തുവുമായി ഐക്യപ്പെടുമ്പോൾ നാം അനുവദിക്കുന്ന ആത്മീയ പുനരുത്ഥാനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഈ പുതിയ ജീവിതം സാധ്യമാക്കുന്നു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാചകം രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഊന്നി പറയുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ സംഭവിക്കുന്ന പരിവർത്തനങ്ങളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് രക്ഷയ്ക്ക് പിന്നിലെ പ്രേരക ശക്തിയെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഴം നാം തിരിച്ചറിയണം. രക്ഷ ഒരു ദാനമാണെന്ന് അറിയുന്നത് താഴ്മയും കൃതജ്ഞതയും നമ്മിൽ വളർത്തിയെടുക്കും. മറ്റുള്ളവർക്ക് കൃപ നൽകുക, സുവിശേഷം നാം പങ്കിടുക. സ്നേഹപിതാവേ, നമ്മുടെ രക്ഷയുടെ സ്വാതന്ത്ര്യത്തിലും പ്രത്യാശയിലും ജീവിക്കാനും എളിമയും നന്ദിയുമുള്ളവരായി ഇരിക്കാനും അതേ കൃപയും കരുണയും മറ്റുള്ളവരിലേക്ക് പകരാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.